ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്പോക്കൺ ഹിന്ദിയിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കും അല്ലേ? നിർദ്ദേശിക്കാറില്ലേ? നിർദ്ദേശം, ഇവിടെ വരൂ, അവിടെ പോകരുത്, അതെടുക്കരുത്, ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കുടിക്കൂ. ഇതുപോലെ എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം ഇവിടെ കുറച്ച് ക്രിയകളുണ്ട്, വെർബുകൾ, ക്രിയ. ഓക്കെ, അത് ഞാൻ നോക്കാം. ഒന്നാമതാണ് പോവുക. പോവുക എന്നതിൽ ഹിന്ദിയിൽ എന്താ പറയുന്നത് അറിയോ? ജാന. എന്താ പറയുക? ജാന. ജാന എന്ന് പറഞ്ഞാൽ പോവുക. ഓക്കെ, അടുത്താണ് വരുക. ആന. ആന. ആ ആനല്ല, ഇവിടെ ആന എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദിയിൽ വരുക എന്നർത്ഥം. ഓക്കെ, അപ്പം ആ ആനക്ക് പറയും ഹാത്തി. എന്താ പറയുക? ഹാത്തി. അതുപോലെ അപ്പം ഒന്ന് പറയാം, പോവുക ജാന, വരുക ആന. അതുപോലെ കളിക്കുക എന്താ പറയാ? ഖേൽന. എന്താ പറയാ? ഖേൽന. ഖേൽന. അടുത്താണ് കഴിക്കുക. ഖാന. ഖൗ ഖാന. എന്താണ്? ഖാന. ഇനി അടുത്താണ് പീന. കുടിക്കുക. എന്താ പറയാ? കുടിക്കുക, പീന. വായിക്കുക, പഠന. അതുപോലെ ഇരിക്കുക, ബെഡ്ന. ബെഡ്ന. ബെഡ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക. എന്താണ്? കർണ, ചെയ്യുക, കർണ. അതുപോലെ വെക്കുക, എന്തെങ്കിലും സാധനം വെക്കുക. എന്താ പറയാ? രഖ്ന. എന്താ പറയാ? രഖ്ന. 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 അതുപോലെ ഉറങ്ങുക, സോന. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, സോന. അതുപോലെ പഠിക്കുക, സീഖ്ന. സീഖ്ന, എന്തെങ്കിലും പഠിക്കുക, സീഖ്ന. ഓക്കെ, സീഖ്ന. അടുത്താണ് എഴുതുക. എന്താ പറയാ? ലിഖ്ന. 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 അടുത്താണ് പറയുക, ബോൽന. ബോൽന എന്ന് പറഞ്ഞാൽ പറയുക. അടുത്താണ് കൊണ്ടുവരുക. കൊണ്ടുവരൂ, കൊണ്ടുവരുക. എന്താ പറയാ? ലാന. എന്താ പറയാ? ലാന. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്രിയകളാണ്. ഇതൊക്കെ എന്താണ്? ക്രിയകളാണ്. ഇനി നമ്മൾ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തണം. എങ്ങനെയാണ്? ഇവിടെ ജാന, ഈ നാ അല്ലേ? നാ. ഈ നാ ഒഴിവാക്കിയിട്ട് ഈ നാ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. നാ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഓ ചേർക്കുക. ജാവൂ. എന്തായി? ഓ ചേർത്തു. ജാവൂ. ജാവൂ. പോ. ജാവൂ എന്ന് പറഞ്ഞാൽ പോ, പോവുക, പോ, ജാവൂ. വഹാം, അവിടെ പോ. അവിടെ പോ എന്ന് പറയുമ്പോൾ അവിടെ എന്ന് പറയാം വഹാം, അല്ലെങ്കിൽ ഉദർ. വഹാ എന്ന് പറയാം, വഹാം. വഹാ ജാവോ. വഹാ ജാവോ. ഓക്കെ, എന്താ പറഞ്ഞ്? ജാന എന്ന് പറയുന്ന ക്രിയയിലെ നാ ഒഴിവാക്കിയിട്ട് അവിടെ ഓ ചേർക്കുക. ഓ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? നിർദ്ദേശമായി. ജാവോ. ആന. ആന എന്ന് പറയുമ്പോൾ നാ ഒഴിവാക്കിയിട്ട് അവിടെ ചേർക്കുക. ഓ. ആവോ. 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 ആവോ എന്ന് പറഞ്ഞാൽ വരൂ. അപ്പൊ ഇവിടെ വരൂ എന്നാണെങ്കിലോ ഇവിടെ യഹാ. എന്താണ്? യഹാ, അല്ലെങ്കിൽ ഇതർ. യഹാ എന്നാണ് പറയാ. സ്പോക്കൺ ഇംഗ്ലീഷ് യഹാ എന്ന് പറയാം, ഇതർ എന്ന് പറയാം. ഓക്കെ, യഹ ആവോ. എങ്ങനെയാണോ നമ്മൾ മലയാളം സംസാരിക്കുന്നത് അതേപോലെ യഹ ആവോ. വഹ ജാവോ. ഓ. ഓ ചേർക്കണം. ഓക്കെ, ഓ ചേർക്കണം. ഇനി അടുത്താണ് കളിക്കുക. എന്താണ്? ഖേൽന. ന ഒഴിവാക്കൂ. നോ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? അവിടെ ഓ ചേർക്കുക. അപ്പോൾ എന്തായി? ഖേലോ. ഓ. ഖേലോ. ഖേലോ. എന്താണ്? ഖേലോ. ക്രിക്കറ്റ് കളിക്കൂ എന്ന് പറയാം. ക്രിക്കറ്റ് ഖേലോ. ഫുട്ബോൾ കളിക്കൂ. ഫുട്ബോൾ ഖേലോ. അതിനൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അവരും എന്താണ്? എപ്പോഴും അവരും ഇംഗ്ലീഷ്, നമ്മൾ പോലെ, നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ അവരും എന്ത് ചെയ്യണ്? മലയാളത്തിൽ, നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? ഫുട്ബോൾ, ഫുട്ബോൾ എന്ന് പറയാം. ക്രിക്കറ്റ്, ക്രിക്കറ്റ് എന്ന് പറയാം. അവരും ഇതുപോലെ ഗെയിമുകളുടെ പേരിനൊക്കെ ഇതുപോലെ തന്നെ പറയാം. ക്രിക്കറ്റ്, ഫുട്ബോൾ, സെയിം. ഓക്കെ, ഇനി അതുപോലെ പറയാണ്. എന്താണ്? ഇത് കഴിഞ്ഞല്ലേ? കഴിക്കുക. കാന. എന്നാ ഒഴിവാക്കിയിട്ട് അവർ ഓ ചേർക്കാം. കാവു. കാവോ. കാവോ എന്ന് പറഞ്ഞാൽ കഴിക്കൂ. കാവോ. ഫുഡ് കഴിക്കൂ. ഫുഡിന് എന്താ പറയാ? ഖാന. ഖാന ഖാവോ. ഫുഡിന് ഖാന എന്ന് പറയാം. ഖാന ഖാവോ. നീ ഇത് കഴിക്കൂ. ഇത് എന്ന് പറയാം. ഇത് ഇത് നമ്മൾ പറയും യഹ്. എന്താ പറയാ? യഹ് എന്ന് പറഞ്ഞാൽ ഇത്. മലയാളത്തിൽ എത്താം നമ്മുടെ യഹ്. ഓക്കെ, യഹ് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. അത് 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 വഹ് വോ എന്ന് പറയാം. പക്ഷെ സ്പോക്കൺ ഹിന്ദിയിൽ നമ്മൾ വോ എന്ന് പറയും. വോ എന്ന് പറയാം. വോ. ഓക്കെ, വോ എന്ന് പറഞ്ഞാൽ അത്. അത് കഴിക്കൂ. അത് കഴിക്കൂ. വോ കാവോ. ഖാന കാവോ. എന്താണ്? കാവോ. കാവോ എന്ന് പറഞ്ഞാൽ കഴിക്കൂ. വോ കാവോ. അത് കഴിക്കൂ. ഇത് കഴിക്കൂ. യഹ് കാവോ. യഹ് കാവോ. ഇനി അടുത്താണ്
പഠന, പഠനം വായിക്കുക എന്നല്ലേ? പഠനം എന്ന് പറഞ്ഞാൽ വായിക്കുക. ഇവിടെ ന ഒഴിവാക്കിയിട്ട് ഓ ചേർക്കുക. എന്തായി? പഠോ, പഠോ, പഠോ. പഠോ എന്ന് പറഞ്ഞാൽ വായിക്കൂ. ഇത് വായിക്കൂ, ഏ പഠോ. അത് വായിക്കൂ, വോ പഠോ. അല്ലേ? ഇനി പറയാണ് ന്യൂസ് പേപ്പർ വായിക്കൂ, പത്രം വായിക്കൂ, പത്രം വായിക്കൂ. അപ്പൊ പത്രം എന്ന് പറയാ, പത്രത്തിന് പറയും നമ്മൾ അഖ്ബാർ എന്ന് പറയാ. അഖ്ബാർ, അഖ്ബാർ പഠോ, അഖ്ബാർ പഠോ. ക്ലിയർ? ഇനി പറയാണ് പുസ്തകം വായിക്കൂ, ഈ പുസ്തകം വായിക്കൂ, ഈ പുസ്തകം വായിക്കൂ. അപ്പൊ ഈ എന്താണ്? യഹ്. ഞാൻ പറഞ്ഞു അല്ലേ? എന്താണ്? യഹ്, യഹ്. യേ കിതാബ് പഠോ, യേ കിതാബ് പഠോ. വോ കിതാബ് പഠോ, വോ അഖ്ബാർ പഠോ. എങ്ങനെയാണോ നമ്മൾ മലയാളത്തിൽ വെക്കുക അതുപോലെയാണ് ഹിന്ദിയിലും. ക്ലിയർ? ഇനി അടുത്താണ് ബേഠ്ന, ഇരിക്കുക. ബേഠ്ന. അപ്പൊ നാ ഒഴിവാക്കുക, അവിടെ ഓ ചേർക്കുക. എന്തായി? ബേഠോ, ബേഠോ. ഇവിടെ ഇരിക്കൂ, യഹാം ബേഠോ. അവിടെ ഇരിക്കൂ, വഹാം ബേഠോ. ക്ലിയർ? സിമ്പിളാണ്. ഇനി ഞാൻ പറയാണ് ഇതിന്റെ നെഗറ്റീവ് പറയണം. ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ? അവിടെ പോവല്ലേ, അത് എടുക്കല്ലേ, അത് വായിക്കല്ലേ. നെഗറ്റീവ് പറയണം. നെഗറ്റീവ് എന്ന് പറയാ. നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ ഓ ചേർത്തല്ലോ, ഓ ചേർത്തു, ഓ ചേർത്തിന്റെ ഇവിടെ ഓ ചേർത്തു. ഇവിടെ ഈ ഒരു വെർബില്ലേ, ക്രിയ, ഈ ക്രിയന്റെ മുന്നേ എന്ത് ചേർക്കണം? മത്ത് ചേർക്കണം. മത്ത്. മത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നർത്ഥം. ഞാൻ മലയാളത്തിൽ എഴുതാം മത്ത് എന്നാണ് മത്ത്. അപ്പൊ നമുക്കറിയാം ജാവോ അല്ലേ? ജാവോ എന്ന് പറഞ്ഞാൽ പോവുന്നല്ലേ? ജാവോ, പോവൂ, പോവല്ലേ എന്നാണെങ്കിലോ മത്ത് ആ ചേർക്കുക. മത് ജാവോ. ജാവോ സെയിം ആണ്. ജാവോ അതുപോലെ വെക്കണം. ഇവിടെ മത്ത് ചേർക്കുക ക്രിയന്റെ മുന്നിൽ. മത് ജാവോ, മത് ആവോ വരല്ലേ, മത് ബേട്ടോ ഇരിക്കല്ലേ. ഓക്കെ. മത് ഖേലോ കളിക്കല്ലേ. ക്ലിയർ? ഇപ്പൊ ഞാൻ പറയാണ് അവിടെ പോവല്ലേ, അവിടെ പോവല്ലേ. പോവുക, ജാവൂ. ജാവൂ എന്ന് പറഞ്ഞാൽ പോവൂ. ജാവൂ എന്ന് പറഞ്ഞാൽ പോവൂ. മത് ജാവോ എന്ന് പറഞ്ഞാലോ പോവല്ലേ, മത് ജാവോ. അവിടെ വഹാ മത് ജാവോ, വഹാ മത് ജാവോ. അവിടെ പോവല്ലേ, ഇവിടെ വരല്ലേ. യഹാ മത് ആവോ. ആവോ എന്ന് പറഞ്ഞാണ് അല്ലേ? ആവോ എന്ന് പറഞ്ഞാൽ വരൂ എന്നല്ലേ? വരൂ. മത് ചേർത്താലോ മത് ആവോ, വരല്ലേ. ഇവിടെ യഹാ, യഹാ മത് ആവോ, യഹാ മത് ആവോ. ഇവിടെ വരല്ലേ, ഇവിടെ വരല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ നിർദ്ദേശം കൊടുക്കുമ്പോൾ പോസിറ്റീവായിട്ട് കൊടുക്കുമ്പോൾ ഓ മാത്രം ചേർത്താൽ മതി. നാ ഒഴിവാക്കിയിട്ട് അവിടെ ഓ ചേർക്കാം. ഓക്കെ, നിർദ്ദേശമായി. ഇനി ചെയ്യല്ലേ എന്ന് പറയുമ്പോഴോ ഓ ചേർക്കണം. അത് കൂടാതെ ക്രിയന്റെ മുന്നേ മത് എന്ന് വേർഡ് ചേർക്കണം. മത്. മത് ജാവോ, മത് ബേട്ടോ, മത് പഠോ, മത് സോഹോ, മത് ഖേലോ, മത് ഖാओ, മത് പിയോ. പിയോ, പിയോ എന്ന് പറഞ്ഞാൽ കുടിക്കൂ. മത് പിയോ, കുടിക്കല്ലേ. ഓക്കെ. ഇനി ഇവിടെ നോക്കാം. ചെയ്യുക. എന്താണ് ചെയ്യുക? കർണ. ചെയ്യൂ എന്ന് പറയുന്നത് പറയാ. ചെയ്യൂ. നാ ഒഴിവാക്കുക അല്ലെ? നാ ഒഴിവാക്കിയിട്ട് അവിടെ ഓ ചേർക്കാം. കരോ, കരോ. ചെയ്യല്ലേ, മത് കരോ. ചെയ്യല്ലേ നമ്മൾ ഇവിടെ മത്ത് ചേർക്കാം. മത് കരോ, കരോ ചെയ്യൂ. മത് കരോ ചെയ്യല്ലേ. ഇത് ചെയ്യല്ലേ, യേ മത് കരോ. ഇത് ചെയ്യ്, യഹേ കരോ. യേ കര്, യേ കരോ. അത് ചെയ്യ്, വോ കരോ. അത് ചെയ്യ്, അത് എന്താണ്? വോ അല്ലെ? അതെന്താണ്? വോ. വോ കരോ, അത് ചെയ്യ്. അത് ചെയ്യല്ലേ, വോ മത് കരോ. വോ മത് കരോ, വോ മത് കരോ. ഇനി അടുത്താണ് രക്ന. രക്ന വെക്കുക. രക്ന വെക്കുക. ഓക്കെ. വെക്കൂ. അത് അവിടെ വെക്കൂ. ഞാൻ പറയണം. അത് അവിടെ വെക്കൂ. അത് അവിടെ വെക്കൂ. അത് വോ അല്ലേ? അത് വോ, അവിടെ വഹാ. എന്താണ്? വോ വഹാ രഖോ. രഖോ. രഖ്ന ന ഒഴിവാക്ക, ഓ ചേർക്ക. അപ്പൊ എന്തായി? രഖോ, രഖോ, രഖോ വെക്കൂ. അത് അവിടെ വെക്കൂ. വോ വഹാ രഖോ, അല്ലെങ്കിൽ വോ ഉദർ രഖോ. ഓക്കെ. ഇധർ ഉദർ, ഇധർ ഉദർ, ഇധർ ഉദർ, ഇധർ ഉദർ. നമ്മുടെ ഹിന്ദിയിലെ ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഇധർ ഉദർ നല്ല സംസാരിക്കുക. ഇധറിന് അവർ യഹാ എന്ന് പറയാ, ഉദറിന് അവർ വഹാ എന്ന് പറയാം. ഓക്കെ, വഹാ. അല്ലേ? സ്പോക്കൺ ഇംഗ്ലീഷ്. ഇനി അടുത്താണ് ഉറങ്ങുക. എന്താണ് ഉറങ്ങുക? സോന. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പോൾ നാ ഒഴിവാക്കിയിട്ട് ഓ ചെറുതായി. നാ ഒഴിവാക്കുക, ഓ ചേർക്കുക. ഉറങ്ങൂ, ഉറങ്ങൂ. സോ, സോ. ഉറങ്ങല്ലേ, മത് സോ, മത് സോ. ഉറങ്ങല്ലേ, സോ ഉറങ്ങൂ. അവിടെ ഉറങ്ങിക്കോ, അവിടെ ഉറങ്ങിക്കോളൂ എന്ന് പറയാം.
വഹാ സോ, വഹാ സോ. അവിടെ ഉറങ്ങല്ലേ, വഹാ മത് സോ, വഹാ മത് സോ. ഇവിടെ ഉറങ്ങല്ലേ, യഹാ മത് സോ. ഇവിടെ ഉറങ്ങിക്കോ, ഇവിടെ ഉറങ്ങിക്കോളൂ, യഹാ സോ, യഹാ സോ. ക്ലിയർ? ഇനി അടുത്താണ് സീഖന, പഠിക്കുക. സീഖന, പഠിക്കുക. എന്തെങ്കിലും പഠിച്ചൂടെ, എന്തെങ്കിലും പഠിച്ചോ. സീഖോ, സീഖോ എന്ന് പറഞ്ഞാൽ നാ യുവാക്കി ഓജ, സീഖോ, സീഖോ, പഠിക്കൂ, സീഖോ, സീഖോ കുച്ച്, സീഖോ കുച്ച്, എന്തെങ്കിലും കുച്ച്, സീഖോ കുച്ച് അല്ലെങ്കിൽ കുച്ച് സീഖോ, കുച്ച് സീഖോ അല്ലെങ്കിൽ സീഖോ കുച്ച്, എങ്ങനെ പറയാം. ക്ലിയർ? ഇനി അടുത്താണ് ലിഖന. ലിഖന എന്ന് പറഞ്ഞാൽ എഴുതുക എന്നല്ലേ, ലിഖന എന്ന് പറഞ്ഞാൽ എഴുതുക. നാ യുവാക്ക, അവിടെ ഓ ചേർക്കുക. എന്തായി, ലിഖോ, ലിഖോ ഭായ്, ലിഖോ, ലിഖോ എന്ന് പറഞ്ഞാൽ എഴുതൂ, എഴുതൂ. ഞാൻ പറയാണ്, ഒരു സ്റ്റോറി എഴുതൂ, ഒരു കഥ എഴുതൂ. അപ്പൊ കഥക്ക് എന്താ പറയാ, കഹാനി. എന്താ പറയാ, കഹാനി. ഏക് കഹാനി ലിഖോ, ഏക് കഹാനി ലിഖോ. ഒരു കഥ എഴുതല്ലേ, ഏക് കഹാനി മത് ലിഖോ, മത് ലിഖോ. മത് ചേർത്താൽ ചെയ്യരുത്, മത് ഒഴിവാക്കിയാലോ ചെയ്യുക എന്നായി. ക്ലിയർ? ഇനി അടുത്താണ് ബോൽന. എന്താണ് ബോൽന? പറയൂ, 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 പറയൂ. നാ യുവാക്ക, നാ യുവാക്കിയിട്ട് അവിടെ ഓ ചേർക്കുക. ബോലോ, 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 ബോലോ. പറയല്ലേ, പറയല്ലേ. മത് ബോലോ, മത് ബോലോ, മത് ബോലോ, മത് ബോലോ, മുझे पता है, മത് ബോലോ. എന്താണ് മത് ബോലോ? ഓക്കെ, മത് ബോലോ എന്ന് പറഞ്ഞാൽ പറയല്ലേ. ക്ലിയർ? മത് പറയല്ലേ. അപ്പൊ എന്നോട് പറയല്ലേ പറയാം, എന്നോട് പറയല്ലേ, മത് ബോലോ, മുझे മത് ബോലോ. മുझे എന്ന് പറഞ്ഞാൽ എന്നെ, മുझे മത് ബോലോ, മുझे മത് ബോലോ. ക്ലിയർ? ഇനി അടുത്താണ് എന്താണ്, ലാന, കൊണ്ടുവരിക. എന്താണ് കൊണ്ടുവരിക? കൊണ്ടുവരിക എന്ന് പറയാ ലാന. അപ്പൊ ലാന നാ ഒഴിവാക്ക, അവിടെ ഓ ചേർക്കുക. എന്തായി, ലാവോ, ലാവോ, ലാവോ. കൊണ്ടുവാ, 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 ലാവോ. ഇവിടെ കൊണ്ടുപോവാ, യഹാ ലാവോ. ഇവിടെ യഹാ കൊണ്ടുവരൂ, ലാവോ, യഹാ ലാവോ, യഹാ ലാവോ. അത് ഇവിടെ കൊണ്ടുപോവാ, അത് ഇവിടെ കൊണ്ടുപോവാ. അപ്പൊ അതിലാണ് വോ, അല്ലേ? വോ, വോ യഹാ ലാവോ, വോ യഹാ ലാവോ. മലയാളത്തിൽ ഇതുപോലെ പറയാം, അത് ഇവിടെ കൊണ്ടുപോവാ, അത് വോ, ഇവിടെ യഹാ, അത് ഇവിടെ വോ യഹാ ലാവോ. ഇനി അത് ഇവിടെ കൊണ്ടുവരല്ലേ, കൊണ്ടുവരല്ലേ, മത് ലാവോ, മത് ലാവോ. വോ യഹാ മത് ലാവോ, മത് ലാവോ. മത് ചേർത്താൽ കൊണ്ടുവരല്ലേ എന്ന് വെച്ചാൽ ചെയ്യരുതെന്ന് അർത്ഥം. എന്താണ്? ഇനി നമുക്ക് ഇവിടെ ഒരു 6 സെന്റൻസ് ഉണ്ട്, നോക്കാം. ആദ്യം യഹ ആവോ, യഹ ആവോ. യഹ ആവോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ എന്നാണ്, ഇവിടെ വരൂ. അപ്പൊ ഇവിടെ വരല്ലേ എന്നൊക്കെ പറയാം, യഹ മത് ആവോ, യഹ മത് ആവോ. ഇവിടെ വരല്ലേ, ഇവിടെ വരല്ലേ, ഇവിടെ വരല്ലേ. രണ്ടാമതാണ് യഹ രഖോ, ഇവിടെ ഇവിടെ വെക്കൂ, ഇവിടെ വെക്കൂ, ഇവിടെ വെക്കൂ, ഇവിടെ വെക്കൂ എന്ന് പറയാം. യഹ രഖോ, യഹ രഖോ. ഇവിടെ വെക്കല്ലേ, ഇവിടെ വെക്കല്ലേ, ഇവിടെ വെക്കല്ലേ. യഹ മത് രഖോ, യഹ മത് രഖോ. ഇനി മൂന്നാമതാണ് പാനി പിയോ. എന്താണ് പാനി പിയോ? വെള്ളം കുടിക്കൂ, പാനി പിയോ. വെള്ളം കുടിക്കല്ലേ, വെള്ളം കുടിക്കല്ലേ, വെള്ളം കുടിക്കല്ലേ. പാനി മത് പിയോ. ഇവിടെ എന്ത് ചേർക്കണം, മത് ചേർക്കണം, മത്, അല്ലേ? മത് ചേർന്നായി മത് പിയോ. പാനി മത് പിയോ, വെള്ളം കുടിക്കല്ലേ, വെള്ളം കുടിക്കല്ലേ. ഇനി അടുത്താണ് യഹ ലാവോ, ഇവിടെ കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുപോവാ. ലാവോ എന്താണ്, ലാവോ കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുപോവാ. ഇവിടെ കൊണ്ടുവരല്ലേ, ഇവിടെ കൊണ്ടുവരല്ലേ, ഇവിടെ കൊണ്ടുവരല്ലേ എന്ന് പറയാം. യഹ മത് ആവോ, മത്തോട് ചേർക്കാം. യഹ മത് ആവോ, യഹ മത്, യഹ മത് ലാവോ, ആവോ അല്ല, ലാവോ, ലാവോ, സോറി. യഹ മത് ലാവോ, ഇവിടെ കൊണ്ടുവരല്ലേ, യഹ മത് ലാവോ. ഇനി അഞ്ചാമതാണ് ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരിക്കൂ. യഹ ബേട്ടോ, യഹ ബേട്ടോ. ഇവിടെ ഇരിക്കല്ലേ, ഇവിടെ ഇരിക്കല്ലേ, ഇവിടെ ഇരിക്കല്ലേ. യഹ മത് ബേട്ടോ എന്ന് പറയാം, മത്. യഹ മത് ബേഠോ, യഹ മത് ബേഠോ, യഹ മത് ബേഠോ. ഇനി അടുത്താണ് അവിടെ കിടന്നോ, അവിടെ കിടന്നോ. സോന എന്ന് പറഞ്ഞാൽ സോന, അല്ലേ? സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, അവിടെ ഉറങ്ങിക്കോളൂ, അല്ലേ? സോ എന്ന് പറഞ്ഞാൽ ഉറങ്ങൂ. അവിടെ വഹ, വഹ സോ, വഹ സോ, അല്ലെങ്കിൽ വഹ സോ ജാവോ, സോ ജാവോ, ജാവോ, സോ ജാവോ. ഒന്നുകൂടി റെസ്പെക്റ്റ് ആണ്, ഒന്നുകൂടി റെസ്പെക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയാം വഹ സോ, സിമ്പിളായിട്ട് വഹ സോ, വഹ സോ. അവിടെ ഉറങ്ങല്ലേ, വഹ മത് സോ, അവിടെ ഉറങ്ങല്ലേ, വഹ മത് സോ ജാവോ. ഓക്കെ, വഹ മത്, മത്യ ചേർക്കാം. എന്തായി, വഹ മത് സോ ജാവോ അല്ലെങ്കിൽ വഹ മത് സോഹോ, വഹ മത് സോ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു 4 or 5 സെന്റൻസുകൾ എഴുതിയിട്ട് എഴുതി അയക്കാം. ഓക്കെ.
Thank you.